ഫ്രീ ഫയർ മാച്ച്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ വീഡിയോയിലല്ല ഇതുള്ള എല്ലാ വീഡിയോസിലും വീഡിയോ സ്പെഷ്യാലിറ്റി ആണ് ഗൈസ്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മാക്സിമം 20 മേളിൽ ലൈക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും അവതാരം കുറേ കമൻറ്റ് ചെയ്യുക. അന്നേരം ഞാൻ അത് എത്രയും കമൻറ്റ് ചെയ്യുന്നു അവതാരം ഇട്ട കമൻറ്റ് ചെയ്യുന്നു ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് എൻ്റെ ലോബിയിലോട്ട് വിളിച്ചിട്ട് ഒരു ഗിഫ്റ്റ് 99 ഡയമണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അയാൾ പറയുന്നത് 99 ഡയമണ്ട്സിൻ്റെ. അപ്പോൾ എല്ലാ വീഡിയോസിലും ഇത് കാണും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഈ സംഭവം എല്ലാം ചെയ്യുക. ഇത്രയുള്ളൂ. പിന്നെ ഇന്നലെ ചുമ്മാ ഇപ്പം ഒന്ന് സ്പിൻ ചെയ്തപ്പം എനിക്ക് ഈ സംഭവം അടിച്ച് ഏതാ മോനെ ലക്ക്. നമുക്ക് CS റാങ്ക് വീഡിയോ ഒക്കെ ഇത് മൈനസ് ഒക്കെ അടിച്ചിട്ടുണ്ട് നൈസായിട്ട്. കുറച്ച് മൈനസ് ഒന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് പിന്നെ ഇതിലൊന്നും വാങ്ങണ്ടല്ലോ. കുറേ ഡയമണ്ടൊക്കെ കിട്ടും. പോർഷയോ അല്ലേ ഇജേ? ഇതെന്താ സീനടാ അജി? ഒരു എഫക്റ്റും ഇല്ലടാ. മേടിച്ചവൻ ഷോ എന്തോ പൊട്ടന്മാരെ വായിക്കാനും പറ്റില്ല. കിങ്ഫിഷർ ഉണ്ട്, കളി എടുക്കാൻ പറ്റും. എടാ ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കുന്ന അന്ന് എൻ്റെ ഉണ്ടറാ. ഇതല്ല ഈ ഇമോട്ടുണ്ട്. ശരി ഇമോട്ട് വായിപ്പടാ. അവൻ എന്നെ പറ്റി എന്തൊക്കെയാ എനിക്ക് വിചാരിച്ചത്. എനിക്ക് ആ ഇമോട്ട് പോലും ഇല്ലെന്ന് വിചാരിച്ചു. അടാ വേണ്ട അതൊക്കെ ഒന്നുപോലും കൊണ്ടില്ല. അതെ ഹൈലൈറ്റ് കൊണ്ട് അവനുണ്ട്. അത് പിന്നല്ല ഏതാ ഷോട്ട്? കളി അടിക്കാൻ എന്തായാലും പുറത്തോ എന്നെ മണ്ടിട്ടുണ്ട് മാത്രം മണ്ട്. ഹെൽത്ത് അടിക്കുക പറ്റത്തില്ല കൊടുക്കൂ. എടാ എന്തോടെ കാണിച്ചാടാ. അവിടെ വെച്ച് ഞാൻ കയറി പോകണ്ടായിരുന്നു. തട്ടുകയെ നന്നായിട്ട് ഇട്ട് പറ്റില്ല. കിങ്ഫിഷർ അപ്ഗ്രേഡ് പടക്ക അപ്ഗ്രേഡ് ചെയ്തല്ലോ. അവിടെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ എന്താ അപ്ഗ്രേഡ് ചെയ്യും? എലിമിനേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടുമോ? അപ്പുറത്തൊരുത്ത നോക്ക് എൻ്റെ തിരിഞ്ഞൊരുത്തൊക്കെ ഇല്ലേ? Kar. അടാടാ അത് കൊണ്ടില്ലടാ.
ഇവിടെ എൻ്റെ കൂടെ കളിക്കാൻ നന്നായിട്ട് കളിക്കുന്ന ആരും ടീമേറ്റൊക്കെ എന്താ കാണിക്കുന്ന കളി പോയ കണ്ടാ ഗൈസ്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വിഷമം അതോ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഒരു ഒന്നും കൂടെ അത്രേ ഉള്ളൂ. ആ 2 വെപ്പണ്ണേ ഉണ്ട്. പവർ കൂട്ടി. EP ഉണ്ട് എടാ. മണ്ടയ്ക്ക് പോക്ക് ആടാ ആരെങ്കിലും ഓടി വാടാ. എടാ എൻ്റെ കൂടെ എന്തുവാടാ ഇത്രയും വലിയ ന്യൂമാരടാ, ഇത്രയും നോക്കിനായിട്ട്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന എന്തൊക്കെ ഞാൻ ഈ ടീം എൻ്റെ ഇത് നന്നായിട്ട് കളിച്ചു. എന്നിട്ട് ഈ ടീമേറ്റ്സ് ഔട്ടായി. ടീമേറ്റ്സ് കളിക്കുന്നുണ്ട് അവന്മാര്. എത്ര കില്ലെടുത്ത് കഴിക്കുന്ന എൻ്റെ അകത്ത് അല്ല 3 കിൽസ് എടുക്കും. അല്ലായിരിക്കും അന്നത്തേക്ക് അവന്മാരെ നന്നായിട്ട് കളിക്കുക. അവൻ എലൈറ്റ് ഹീറോയില്ലേ കളിക്കുന്നു. ഇവൻ മാത്രം പിന്നെ എലോൺ പ്രിൻസ് ഇപ്പം ചാവും തോന്നുന്നല്ലോ. അവൻ MP40 ഒക്കെ സംസാരം റിമോട്ട് അടിക്കണ്ട അത്ര ഉള്ളു. ആ ശവൻ പോയി. ഇവനെ ഫോളോ ചെയ്യും. ഇവൻ നന്നായിട്ട് കളിക്കുന്നു. നല്ല പ്ലെയറാണ്. എലോൺ പ്രിൻസ് അല്ലേ, അപ്പം അവനെ തന്നെ അടുത്ത് ഫോളോ ചെയ്യാം. അപ്പം ഞാൻ കില്ലൊക്കെ ഇവിടെ പോയി. ഗരീന കില്ലൊക്കെ മുക്കിയ എൻ്റെ കില്ലെന്തേ ഗരീന ഗരീനൻ്റെ കില്ലെന്തേ? അവള് കില്ലെടുത്ത് ഗരീനത് കില്ല് ഞാൻ എടുത്ത്. ഗരീന പ്രിൻസ് പോ. എല്ലാം പ്രിൻസ് വരുന്നുണ്ടോ? പ്രിൻസ് ഇങ്ങോട്ട് വന്ന് ഞാനും പോകും. വേണ്ട നന്നായിട്ട് കളിക്കണം. ജിയാനോക്ക് ഒരു മിനിറ്റ്. ഇത് എന്തുവാടാ ഇത്? MAT ഈ കളി പോയി. എലോൺ പ്രിൻസ് ഒക്കെ അതിനെ കളി പണിയും തന്നു. എല്ലാവരും പണിയും തന്നു. എടാ ഹാക്കർ ഗ്ലൂവിൻ്റെ ഇടയിൽ കൂടെ കയറുന്നു. ഹാക്കർ കേസ് അവൻ 25 സ്റ്റാർ. ഇനി എന്തോ വേണം. ഇത് എന്താ പറയണ്ടേ? അത്രയും കളിച്ചിട്ട് ഇവരെന്ത് കാര്യം എന്ത് കാണിക്കുന്ന കാര്യം? റാങ്ക് പക്ഷേ ഞാനില്ലേ ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് കാര്യം. ഇതൊക്കെ ഏത് സ്കിന്നടാ? ഇതൊക്കെ എൻ്റെ ഉള്ളില്ലേ? അപ്പം എനിക്ക് എന്തോ കിട്ടിയത് സ്കിന്നൊക്കെ? പുതിയ വല്ല സ്കിന്നാണത്? അപ്പം എനിക്ക് വല്ലതും കിട്ടണമല്ലോ. എന്താ ചെയ്യാൻ?
ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ പോരായിരുന്നടാ മണ്ട. ഒരെണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാം. 7 സെറ്റ് 3 സെറ്റ് പെർമനന്റ്, എല്ലാം പെർമനന്റ് അടിച്ചിട്ടുണ്ട്. ഈ കളി 25 സ്റ്റാർ എനിക്ക് വലിയ കഷ്ടപ്പാടാ. ഈ കളി ഇനി തൊട്ട് കളി ഇനി കളി ഇനി ആൽഫ എന്താ ഇനി പ്രോ പ്ലെയർ മോഡാണേ. കളി ജയിക്കണമെന്നും പറഞ്ഞ് കളിക്കുക, ജയിച്ചിരിക്കും. ഇതാണ് എല്ലാം പ്രോപ്പർ ചെയ്യാണ്ട്. ഒരു എന്തടിയാണ് അടിക്കുന്നത്, നമുക്ക് അടിക്കാൻ പറ്റാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തടി എനിക്കൊന്നും ഞാൻ ഹീറോ ഞാൻ നമുക്ക് പുഷിങ്ങൊന്നും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, കൂട്ടുകാരെല്ലാവരും വേറെ 37 സ്റ്റാർ 39 ഒക്കെ ആയി. അവന്മാർ ഇത് ഇത്ര ഞാൻ 6 ദിവസം കയറാത്തതുകൊണ്ട് ഓൾറെഡി കുറച്ച് സ്കില്ലും കുറേന്ന് ഡ്രോപ്പ് ഔട്ടായി. കൂടാതെ ഇപ്പോൾ ഈ ഗാരേനെ ഭയങ്കര പാടാക്കി തന്നേക്കുന്നു. ഇനി നിങ്ങൾ കുറേ ഞാൻ കട്ട് ചെയ്തിടുവാണെങ്കിൽ ഇത് പറ്റത്തില്ല കേട്ടോ. കുറേ ആവും ഇത് കട്ട് ചെയ്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ചു പോകും. അതുകൊണ്ട് കുറേ കട്ട് ചെയ്ത് വിടുവാണേ. ഭയങ്കര ബോർഡെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പറ്റത്തില്ല. ബംഗാളി ന്യൂബുകളും ഉണ്ട് കൂടെ. ഈ ഹിന്ദിക്കാരന്മാർക്ക് എന്താ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവര് പൊക്കത്തില്ല, അതാണ് മെയിൻ കാര്യം. കളിയും തോറ്റി. അന്നേരൊക്കെ എന്ത് ചെയ്യണം മല്ലയാ, നിനക്കൊക്കെ എന്തോ ചെയ്യാൻ. നന്നായിട്ട് ആവാൻ കളിക്കുന്നത്. എഡബിൾ ഇപ്പോഴേ കളി നോക്കാറാകുമ്പോൾ എഡബിളും എടുക്കല്ലേ. എടാ ഇതാരാ അപ്ഗ്രേഡ് ചെയ്യുന്നത്? ഞാൻ മാറ്റി കറക്റ്റ് ടൈമില്ല അപ്ഗ്രേഡ് ചെയ്തിട്ട് മാറ്റിയത്. കളിയിടണം, കളി ഒറ്റയ്ക്ക് വിട്ടാലും കളിയിടണം. പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ് ചെയ്യ്. ഗെയിം മാസ്റ്ററെ ആക്ടിവേറ്റ് ചെയ്യാടാ ഗെയിം മാസ്റ്ററെ. അവിടെ ഇതെന്തോ അവിടെ തന്നെ ആള് ഒരു ഗോൾ പോയി കിട്ടി. അവിടെ ഇനി ആരെങ്കിലും അറിയണ്ട. ഒരവസരം കിട്ടിയപ്പോൾ ചാർത്തി കൊടുത്തു. ഒരുത്തെന്തോ അവരെ കണ്ട അന്തം വിട്ട് കുന്തം വിഴി കൊടുത്ത് നിൽക്കി. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നല്ല ഫയർബട്ടല്ലേ. ഫയർബട്ട മാറിപ്പോയി. എൻ്റെ ഫയർബട്ട മാറിപ്പോയി. എൻ്റെ പൊന്നെ, ഫയർബട്ട മാറിപ്പോയി. കൊള്ളാം. അപ്പം അടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ. ആത്മാവേ പോ. MP40 വെച്ച് പിന്നെ ഫുൾ റെഡ് അടിക്കാന്നെങ്കിൽ ഞാൻ ഇതൊരു ചത്തുന്നായിരുന്നു അന്നേരം വിചാരിച്ചു. സക്ഷ എന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മളെങ്ങനെ ഒളിച്ചും കണ്ടിരുന്ന
നമുക്ക് ഒരിക്കലും സ്കില്ലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. തോക്കുന്ന ഫൈറ്റ് ആയാലും മാക്സിമം ഫൈറ്റ് എടുത്ത് കളിച്ചാൽ നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ്മെൻ്റ് ആവും. അതല്ലേ, അതുകൊണ്ട് തോറ്റാലും കുഴപ്പമില്ല. നമ്മൾ പറ്റുന്ന അത്ര നമ്മൾ മാക്സിമം ചെയ്യും. ഡയലോഗ് കളിച്ചുകൊണ്ട് കയറി ചെന്ന് അടിക്കാൻ പറ്റുന്നില്ല. സൂര്യസേവൻ്റെ എൻ്റെ സ്കോപ്പൊക്കെ ഞാൻ ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പ്രശ്നം പറ്റും. പക്ഷെ അത് മെയിൻ പ്രശ്നമല്ല. സ്കോപ്പ് ഇങ്ങോട്ട് വേണം, അല്ലെങ്കിൽ എൻ്റെ കൈ തെറ്റി വരുന്നത്. സെറ്റാണ്. എടാ മോനെ, സ്പെഷ്യൽ പറ്റുന്നില്ല. ഇത് എന്താ, ഞാൻ ഹീറോയ്ക്ക് അടിച്ചോണ്ട് തോന്നുന്നു. എലൈറ്റ് ഹീറോയ്ക്ക് നേരെ ഹീറോയ്ക്ക് സ്റ്റാർ. പക്ഷെ ഇവിടെ വെച്ച കാര്യങ്ങൾ തരുന്നുണ്ട് നന്നായിട്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കിടക്കുന്ന ഞാനല്ലേ. ആരെങ്കിലും ഒന്ന് വാടാ, റാങ്കുഷിന് ആരെങ്കിലും ഒന്ന് വാടാ. ഒറ്റ കുഷിയുമ്പോഴാണ് ബംഗാളികൾ കയറി വരുന്നത്. ബംഗാളിനെ തോപ്പിക്കുമ്പോൾ ടീംമേറ്റ്സ് ബംഗാളി ലെവൽ. നമുക്ക് എപ്പോഴാണ് ഗ്ലൂ ആള്? അടുത്ത സീസൺ ഇപ്പം വരുമല്ലോ. സീസൺ വരെ എത്ര ദിവസം ഇരിക്കുന്നു? ഇപ്പം സീസൺ വരെ അടുത്തത് കംപ്ലീറ്റ് 40 ആയില്ലേ? ഇത് 88. വണ്ടർഫുൾ. ആരെങ്കിലും വരുമോ? വൈറ്റ് അലമ്പന്നെയോ? വൈറ്റ് ഒരു കാര്യമുണ്ട്. സ്കൂഡ് ആരും ഇല്ലാതെ ആരും പുഷ് നോക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കില്ലുണ്ടായിരിക്കും, നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റുന്നവളെ അറിയും. പക്ഷെ ഒരാണ് നിങ്ങൾ നോക്കായ പൊക്കാൻ വേണ്ടി ബംഗാളീസിന് കളിക്കാൻ അറിയത്തില്ല. ബംഗാളീസിന് കളിക്കാൻ അറിയില്ല. എപ്പോൾ പുഷ് ചെയ്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെ മാത്രം പുഷ് ചെയ്തു. ഇതോടെ നിർത്തി. എൻ്റെ മനസ്സിലുള്ളൊരു പവർ വെച്ചെന്ന് കാച്ചി. എൻ്റെ ഫോട്ടോ വെച്ച് പിടിച്ച്. എടാ ഇതെന്ത് കഷ്ടമാണ്. പൊക്കാൻ പറ്റുമോ? വൈറ്റ് 777. വൈറ്റ് മോനെ. വൈറ്റ് 3 മോനെ. പൊക്ക് വൈറ്റിന് പൊക്ക്. 3 എൻ്റെ ഫോട്ടോ വെച്ച് പിടി. ഫോട്ടോ വെച്ച് പിടി. ഫോട്ടോ വെച്ച് എസ്യൂടെ വെച്ച് നോക്കട്ടെ. കുറെ നാളെ അങ്ങനല്ലേ കളി പോയെന്നും പറഞ്ഞു. നാളെ നമുക്കൊരു പ്രോപ്പർ പുഷിങ് ഇടുന്നതായിരിക്കും. അന്ന് നാളെ എന്ത് പറ്റിയാലും ഞാൻ നല്ല പുഷ് ചെയ്യും. ഇതെൻ്റെ വേർഡാണ്. അവിടെ സ്കോപ്പ് ഇട്ട് വെച്ചേക്കാം. അമ്മമാർ വരുമ്പോൾ വന്നിരിക്കും. സീനുണ്ട്. വേണ്ട. അവിടത്തേക്കുണ്ട്. ഇന്നത്തേക്ക് ഇത്ര ദിവസം പറ്റുന്നുണ്ട്. എന്ത് കളി തോറ്റോണ്ടിരിക്കുന്ന കൂടെ ഓരോരുത്തരുണ്ടായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും
വണ്ടി സത്യം വിഷമം തീർക്കട്ടെ. രസപ്പന്നിടുന്നു